ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി വി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ വീക്കായിട്ടാണ് ഓപ്പൺ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ജപ്പാൻ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റിൽ വെള്ളിയാഴ്ച ഒരു ടെക്നോളജി സെൽ ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു ഇനീഷ്യൽ ലെവലിൽ ഏഷ്യൻ മാർക്കറ്റിൽ കണ്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റും ബെറ്റർ ആയിരുന്നു, അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു, ജാപ്പനീസ് മാർക്കറ്റ് ബെറ്റർ ആയിരുന്നു. ഒപ്പം കമോഡിറ്റികൾ ഗോൾഡും സിൽവറും ഒഴികെ മറ്റെല്ലാ കമോഡിറ്റികളും ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ ഗോൾഡും സിൽവറും ബെറ്ററാണ്, മറ്റ് കമോഡിറ്റികളും ബെറ്ററാണ്, ബ്രണ്ട് ക്രൂഡ് ഓയിലൊക്കെ ബെറ്ററാണ്. അപ്പോൾ പൊതുവെ ഇന്ന് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു മ്യൂട്ടഡ് സെൻറ്റിമെൻ്റ് ആണ് ഗ്ലോബൽ മാർക്കറ്റിലുള്ളത്. അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മളും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ ധാരാളം ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഇമ്പാക്റ്റാണ് നമ്മൾ മാർക്കറ്റിൽ കാണാൻ പോകുന്നത്. കോഫോർജും സിഗ്നിറ്റിയും തമ്മിൽ മെർജിയാണ്. 1:5 ആണ് റേഷ്യോ. 5 സിഗ്നിറ്റി ഷെയർസിന് ഒരു കൊഫോർജാണ്. നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന 2 സ്റ്റോക്കുകൾ തന്നെയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് മെർജറിന് ശേഷം ഈ സ്റ്റോക്കിൽ നല്ല ഗെയിൻ കിട്ടാൻ സാധ്യതകൾ കൂടുതലാണ് മെർജർ എൻറ്റിറ്റിയിൽ. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് കെസ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, ഒപ്പം നവ ലിമിറ്റഡ്, നവഭാരത് ഫെറ അലോയ്സ് ആണ്. തന്നെ ജ്യോതി CNC, മാക് പവർ CNC, അമേയ, പ്രിസിഷൻ എഞ്ചിനീയേഴ്സ്, ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ നല്ല ദിവസങ്ങളാണ് മുന്നിലുള്ളത്. അതോടൊപ്പം തന്നെ PG ഇലക്ട്രോപ്ലാസ്റ്റ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോ ഉള്ളൊരു കമ്പനിയാണ്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, നൈബ് ലിമിറ്റഡ്, LNT, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകളാണ്. റിലയൻസ് പവർ ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് വീണ്ടും ലോൺ അവൈൽ ചെയ്തിരിക്കുകയാണ്. റോസ പവർ പ്രൊജക്റ്റ് എക്സ്പാൻഷനാണ്. അതോടൊപ്പം തന്നെ അവരുടെ മറ്റ് പ്രൊജക്റ്റായ സാസൻ അൾട്രാ മെഗാ പവർ പ്ലാന്റ് മധ്യപ്രദേശിൽ എക്സലൻറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ റിലയൻസ് പവറിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വീക്കാവുകയാണെങ്കിൽ, വൊളാറ്റിലിറ്റി വരികയാണെങ്കിൽ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂലുള്ള ഒരു സ്റ്റോക്ക് പിക്കിംഗ് ആണ് ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്നുള്ള സ്റ്റോക്കുകൾ തന്നെയുണ്ട്. ആദ്യമായിട്ട് കേരളത്തിൽ പ്രസൻസ് ഉള്ള അഡാനി പോർട്ട് ഓപ്പൺ കമ്മീഷൻ ചെയ്തതിന് ശേഷം 100ാമത്തെ ഷിപ്പ് അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു ട്രാൻസ്ഷിപ്മെൻറ്റിന് വേണ്ടി. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് അഡാനി പോർട്ടിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അഡാനി എൻ്റർപ്രൈസ് നവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് ജനുവരിയിൽ കമ്മീഷൻ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും 8 എയർപോർട്ടുകൾ റൺ ചെയ്യുന്ന സബ്സിഡിയറി ഉണ്ട് അഡാനി എൻ്റർപ്രൈസിന്. അതോടൊപ്പം തന്നെ അഡാനി എൻ്റർപ്രൈസിൻ്റെ അണ്ടറിലുള്ള മറ്റെല്ലാ സബ്സിഡിയറികളും എക്സലൻറ്റ് പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കോപ്പർ കമ്മീഷനിങ്ങും അടുത്ത മാസങ്ങളിലൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം അഡാനി എനർജി സൊല്യൂഷൻസ്, ഈ 3 സ്റ്റോക്കുകളും മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുന്ന സമയങ്ങളിൽ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വാങ്ങുന്നത് നല്ലൊരു ഡിസിഷനായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റ് പോസിറ്റീവ് ന്യൂസിലുള്ള സ്റ്റോക്കുകൾ NTPC ഉണ്ട്. അതുപോലെ തന്നെ റിലയൻസ് ചെറിയ പോസിറ്റീവ് ന്യൂസ് ലോസ് ഉണ്ട്. കാർക്കിനോസ് എന്ന് പറയുന്ന ഹെൽത്ത് കെയർ എൻറ്റിറ്റീനെ ഒരു ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. കാർക്കിനോസ് ക്യാൻസർ കെയർ രംഗത്തുള്ളൊരു കമ്പനിയാണ്. ക്യാൻസർ എയർലി ഡിറ്റക്ഷൻ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസാണുള്ളത്. അതേസമയം ടെലികോം റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ റിലയൻസ് ജിയോനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ്. ഒപ്പം ഭാരതി എയർടെൽ, വൊഡാഫോണെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവ് ഒക്കെ തന്നെയാണ്. എന്നിരുന്നാലും മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് അനുസരിച്ചുള്ള ഒരു മൂവ്മെൻ്റാണ് നമ്മൾ ഈ സ്റ്റോക്കുകളിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ IPO നടന്നിട്ടുള്ള 3 മെയിൻ ബോർഡ് IPOs ലിസ്റ്റിംഗ് ഉണ്ട്. വെൻഡീവ് ഹോസ്പിറ്റാലിറ്റി ഉണ്ട്, മൈനർ ലിസ്റ്റിംഗ് ഗെയിനോട് ലിസ്റ്റ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. സെനോറസ് ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട്. 391 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ്. അറൗണ്ട് 70-80% ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ്. കരാരോ ഇന്ത്യ ലാക്ക് ലെസ്റ്റർ ലിസ്റ്റിംഗ് ആവാനാണ് സാധ്യതകൾ കൂടുതൽ. അതോടൊപ്പം തന്നെ ഇന്ന് ക്ലോസ് ചെയ്യുന്ന ഒരു NSE SME IPO ഉണ്ട്. അന്യ പോളിടെക് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആണ്. 14 രൂപയാണ് ഇഷ്യൂ പ്രൈസ് വരുന്നത്. 28.61 ടൈംസ് ഇതുവരെ ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. ഇന്നാണ് ക്ലോസിംഗ് പ്രൈസ്. അറൗണ്ട് 15-20% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. ഒപ്പം നാളെ ലിസ്റ്റിങ്ങിന് വരുന്ന യൂണിമെ കെയർ
എയറോസ്പേസ് 184.34 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. 785 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ്. അറൗണ്ട് 100% പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ആണ് മാർക്കറ്റിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് IPOs 2024 കലണ്ടർ ഇയറിൽ നമ്മൾ 200 IPOയിലധികം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ റെക്കോർഡാണ്. ഗ്ലോബൽ നമ്പർ നോക്കുമ്പോൾ ജപ്പാനാണ് 669 IPO ആയിട്ട് രണ്ടാമത് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ ആരംഭിക്കുന്ന ഒരു മെയിൻ ബോർഡ് IPO ഉണ്ട്. ഇൻഡോ ഫാം എക്യുപ്മെൻറ്റ് ലിമിറ്റഡ് ആണ്. 215 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. നല്ലൊരു മെയിൻ ബോർഡ് IPO ആണ്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഇൻഡോ ഫാം എക്യുപ്മെൻറ്റ് IPOയിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മളൊരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാൻ നമ്മളെ സംബന്ധിച്ച് 10-ാം തീയതി മുതൽ വന്നു തുടങ്ങുന്ന Q3 റിസൾട്ടുകളും അതുപോലെ തന്നെ ഫെബ്രുവരി 1 വരുന്ന യൂണിയൻ ബഡ്ജറ്റാണ് മെയിൻ അട്രാക്ഷൻസ്. നമ്മുടെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് ഗ്ലോബൽ ഫാക്ടേഴ്സും അതുപോലെ തന്നെ റുപ്പിയുടെ ഡിപ്രീസിയേഷനാണ്. റുപ്പി ഓൾ ടൈം ലോയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇൻട്രാഡേ ലോ വന്നിട്ടുള്ള 85.80 ആയിരുന്നു. 85.40 ക്ലോസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു റുപ്പി വീണ്ടും വീക്കൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടാവാം. അതിൻ്റെ ഒരു ചെറിയ ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റിൽ നമുക്ക് കാണാം. അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകളും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും വലിയ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് മണി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അഗ്രസീവ് സെല്ലേഴ്സ് അല്ല, എന്നിരുന്നാലും സെല്ലിംഗ് ഒക്കെയുണ്ട്. പക്ഷേ ഓവറോൾ നമ്മൾ മറ്റ് കൺട്രികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് കമ്പാരിറ്റീവ്ലി സേഫാണ്. ഗ്ലോബൽ ഫാക്ടേഴ്സാണ് നമ്മുടെ സെൻറ്റിമെൻറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.